പ്രണയം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ അത് ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഛത്തീസ്ഗഡിൽ ഒരു ഗ്രാമവാസിയായ കൃഷ്ണകുമാർ പാണ്ഡോ എന്ന യുവാവിന്റെ മരണം പ്രണയബന്ധങ്ങളിലെ സമ്മർദ്ദങ്ങളെയും അന്ധമായ വിശ്വാസങ്ങളെ തെളിയിക്കാനുള്ള വെല്ലുവിളികളെയും കുടുംബങ്ങളുടെ അപകടകരമായ ഇടപെടലുകളെയും കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നു. കാമുകിയോടുള്ള തന്റെ പ്രണയം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവളുടെ വീട്ടുകാർ നൽകിയ വിഷം കഴിച്ചാണ് ഈ യുവാവ് ജീവൻ വെടിഞ്ഞത്. ഈ ഒറ്റപ്പെട്ട സംഭവം വ്യക്തിയുടെ സ്വയം നിർണയ അവകാശത്തെയും നിയമത്തിന്റെ പ്രാധാന്യത്തെയും സാമൂഹിക ധാർമ്മികതയും കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനത്തിന് നമ്മെ നിർബന്ധിതരാക്കുന്നു. കൃഷ്ണകുമാറും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയം ഒരു സാധാരണ ബന്ധമായിരുന്നു. എന്നാൽ ഈ ബന്ധം കുടുംബത്തിന്റെ ശ്രദ്ധയിൽ വന്നതോടെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. പ്രണയം തുറന്നു പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അത് തെളിയിക്കേണ്ടത് വ്യക്തിയുടെ ബാധ്യതയാകുന്ന ഒരു വിചിത്രമായ സാമൂഹിക സാഹചര്യം ഇവിടെ ഉടലെടുത്തു. പെൺകുട്ടിയുടെ വീട്ടുകാർ യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഒരു അനുരഞ്ജനത്തിനോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് തീർക്കാനോ ആയിരുന്നില്ല, മറിച്ചൊരു വിശ്വസ്തത പരീക്ഷണത്തിന് വേണ്ടിയായിരുന്നു. യഥാർത്ഥ പ്രണയം ഉണ്ടെങ്കിൽ വിഷം കഴിച്ച് തെളിയിക്കാൻ ആവശ്യപ്പെടുന്നതിലെ ക്രൂരതയും യുക്തിരാഹിത്യവും തെളിയിക്കുന്നതാണ്.